ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതുപോലൊരു വേസ്റ്റ് ക്ലോത്ത് എടുക്കുക. ഇന്നത്തെ വർക്ക് ഒന്നല്ല കേട്ടോ, 2 വർക്കാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വേസ്റ്റ് ക്ലോത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ടാക്കി എടുക്കുക. എന്നിട്ട് സെൻറ്ററിലൂടെ ആയിട്ട് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. എല്ലാവരും വീടുകളിൽ ഉണ്ടാവില്ലേ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇതുപോലത്തെ വേസ്റ്റുകളുണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനും കൂടിയാണ്. കാരണം എല്ലാവർക്കും ചെയ്തെടുക്കാം ഈ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ സാധാരണ നമ്മൾ 1 രൂപയ്ക്ക് 2 രൂപക്കൊക്കെ കൊടുക്കുന്ന സാധനം നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 രൂപക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 10 രൂപയ്ക്കെങ്കിലും ഇത് സെയിൽ ചെയ്യാൻ കഴിയും. ഇനി ഇതുപോലത്തെ 2 സെറ്റാണ് നിങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 20 രൂപ വെച്ച് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ സെയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ 2 രൂപ 3 രൂപ റേറ്റിൽ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിലായിക്കോളും. ഓക്കെ, ഒരുപാട് ആളുകൾ സെയിലാവുന്നില്ല പറയുന്ന ആളുകളുണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു വർക്കും അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ് നമ്മൾ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യാൻ കഴിയും കേട്ടോ. ഇനി മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഗിവ് അവേയുടെ 7ാമത്തെ വീഡിയോ ആണോ ഇനി 6ാമത്തെ വീഡിയോ ആണെന്ന് അറിയില്ല. നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളുടെ ഗിവ് കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ചില ടൈമുകളിൽ ഞാൻ വീഡിയോ ഇട്ട് ജസ്റ്റ് മിനിറ്റുകളായിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേന് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടാവും. കമൻറ്റ് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലൈക്ക് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കമൻറ്റ് മാത്രമാണ് ഒന്ന് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്കത് ഇനി ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്കിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ലൈക്ക് വരുന്നുണ്ട്, ലൈക്ക് വരുന്നതിനനുസരിച്ച് നമ്മളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് ലൈക്ക് ചെയ്യുക എന്നുള്ളത് കേട്ടോ. നമ്മൾ അഥവാ ഒരു വീഡിയോസിൽ അത് പറയാൻ വിട്ടുപോയാൽ അന്നത്തെ വീഡിയോക്ക് ലൈക്കും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് എന്താ പറയുക ഷേപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് അടുത്ത ഡിസൈൻ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഭാഗം നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ഡിസൈനിലോട്ട് കിടക്കുക. രണ്ടും 2 വീഡിയോസായിട്ട് എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു 2 ക്ലോത്ത് ഒരേ ക്ലോത്ത് വെച്ചിട്ട് 2 ഡിസൈന് 2 ദിവസം ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒറ്റ വീഡിയോസിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കാരണം അടുത്ത വീഡിയോസ് നല്ല വേറൊരു വീഡിയോസായിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ പരമാവധി നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യം, ഇതുപോലെ ഒരുപാട് ആളുകളുടെ വീട്ടുകളിൽ ഉണ്ടാവില്ലേ വേസ്റ്റുകളായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊക്കെ ചെയ്തിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കുക. വലിയ ബഡ്ജറ്റ് ഒന്നും മുടക്കാതെ നമുക്ക് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ബീഡ്സ്, ഏത് ബീഡ്സ് ആയാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് പോളൻസ് വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സെൻറ്ററിൽ ആഡ് ചെയ്യാനുള്ളത് എന്താണോ അത് നിങ്ങൾ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മളുടെ ഗിവേൻ്റെ 7ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു അല്ലേ ഇത്. അവർക്കൊരു കട്ടാക്കി കൊടുക്കുന്നത് മാത്രമേ വീഡിയോ പറഞ്ഞിട്ട് ഒരിക്കലും അപ്പോൾ കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് അറിയില്ല, ഫസ്റ്റ് ടൈമായിട്ട് അവർ കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ സംശയങ്ങൾ വരുന്നത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്യുക. കാരണം കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരു സൈഡിലായിട്ട് നടക്കട്ടെ, അതിൻ്റെ രീതിയിൽ നിങ്ങൾ ഇതുപോലെ കുറച്ച് പീസ് ചെയ്തെടുക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. കാരണം കുഞ്ഞു മക്കൾക്ക് 2 സൈഡിലായിട്ട് നമ്മൾ എന്താ പറയുക കെട്ടിക്കൊടുക്കുമല്ലോ, അതിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം സാധാ ബണ്ണ് അവിടെ കെട്ടിക്കൊടുക്കുന്നതിന് പകരം ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കും നല്ല കാര്യമാണ്, വാങ്ങിക്കുന്ന അവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ പല കളറുകളിലായിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഇതുപോലെ സീക്വൻസ് തന്നെയുള്ള മെറ്റീരിയൽസ് വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണോ കയ്യിൽ കിട്ടുന്നത് അത് വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോസിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2ാമത്തെ
ഡിസൈനും കൂടി ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞ ശേഷം അടുത്ത വർക്കും കൂടി നിങ്ങൾ കാണാം. എന്നതിന് ശേഷം എന്താ പറയുക, ലാസ്റ്റിലോട്ടായിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ വർക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ. രണ്ടും തമ്മിൽ സ്റ്റിച്ചിങ് ഒരുപോലെയാണെങ്കിലും ക്ലോത്ത് നമ്മളുടെ ഡിസൈന് വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റിൽ ചെയ്തത് സെൻറ്ററിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ രണ്ടാമത്തെ വർക്കിൽ നമ്മൾ ചെയ്യുന്നത് അത് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റം കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫ്ലവർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളുടെ റോസിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ആ ഒരു സെൻറ്ററിലൂടെ പോളൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു താഴെ ത്രെഡും കൂടി കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീല് അതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ആ ഒരു ത്രെഡ് കട്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിക്ക് തന്നെ അത് ഇറക്കി കൊടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെയായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു പോളൻസ് ഉണ്ടല്ലോ, ആ പോളൻസിൻ്റെ അടിഭാഗത്തോട്ടായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ആലിഗേറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ചുരുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അതിൻ്റെ ഒരു ഫൈനലിലോട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാതെ ബൈ.